ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി ചമ്മന്തിയായിട്ട് നമുക്ക് ദോശയ്ക്കൊക്കെ കഴിക്കാൻ പറ്റിയത്. അപ്പം അത് മിക്കവർക്കും അറിയായിരിക്കും, എന്നാലും എൻ്റെ രീതിയിലൊരു റെസിപ്പി നമുക്ക് കാണാം. നമുക്ക് ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. കരിയാതെ കോരി മാറ്റണം കേട്ടോ. വറ്റൽമുളക് ഒരു 3 ആട്ടോ കഴിക്കുന്നത്. അത് മൂത്ത് വരുമ്പോൾ നമുക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി സവാള ആയാലും കുഴപ്പമില്ല, ചുവന്നുള്ളി നമുക്ക് ഇച്ചിരി കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇനി ചുവന്നുള്ളി കുറച്ചായി വരുമ്പോൾ നമുക്ക് തക്കാളിയും ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിനി വെളുത്തുള്ളി നമ്മൾ ചോപ്പ് ചെയ്തെടുത്തായിരുന്നു കേട്ടോ. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ ഓപ്ഷനിലാട്ടോ. വെളുത്തുള്ളിയും ഇഞ്ചിയും നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് തേങ്ങ ആഡ് ചെയ്തും അല്ലാതെ നമുക്ക് ഈ ചമ്മന്തി ഉണ്ടാക്കാം. നമ്മളിപ്പോൾ തേങ്ങ കുറച്ചെടുക്കുന്നുണ്ട്. എല്ലാം നല്ല മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിനി ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം. പിച്ചെടുത്ത് എല്ലാം നമ്മൾ ഒന്ന് പേസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കൊല്ലമുളകും വേപ്പിലും ഒക്കെ ആഡ് ചെയ്തിട്ടാട്ടോ നമ്മൾ പേസ്റ്റ് ചെയ്തെടുത്തത്. നമ്മൾ നേരത്തെ മൂപ്പിച്ചെടുത്ത ആ സെയിം ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒരു കുറച്ച് കടുകും പൊട്ടിച്ച് നമ്മൾ കടുകിൻ്റെ ഒപ്പം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. 2 വേപ്പിലയും ഒരു കൊല്ലമുളകും കൂടി ഇതിലോട്ട് ആഡ് ചെയ്യാം. നമ്മൾ അടിച്ചു വെച്ചാണ് പേസ്റ്റും ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ തിക്കിനനുസരിച്ച് നമുക്ക് ഇതാക്കട്ടെ. നമ്മൾ ഒരുപാട് തിക്ക് കുറയ്ക്കുന്നില്ല. ഉള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ.